ദുബായ് കാണണമെന്ന് ആഗ്രഹിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? കാര്യം ചെറുപ്പം മുതലേ നമുക്ക് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സോപ്പ്, ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ടൈഗർ ബാം, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കുട്ടിക്കാലത്തെ മെമ്മറിയിലുണ്ടാവും. എല്ലാവരും വാല്യുബിളായിട്ട് ആ സമയത്ത് കണ്ടിരുന്ന കാര്യങ്ങൾ. അങ്ങനെ ഞാൻ കുട്ടിക്കാലത്ത് ആകാംക്ഷയോടെ മാത്രം കണ്ടിരുന്ന ആ നാട്ടിലേക്ക് ഞാനും ഇപ്പോൾ പോവാണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അനാവശ്യമായൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു ഈ ട്രിപ്പിൽ. എനിവേസ് ട്രിപ്പിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ ചില പേഴ്സണൽ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ട്രിപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമമാണ് ഞാൻ ഈ പറഞ്ഞു തീർക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ള പോലെ മോഷൻ സിക്നെസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. എസ്പെഷ്യലി ഡെസേർട്ട് സഫാരി ആകുമ്പോൾ അത് ഏത് ലെവലിൽ പോകുമെന്ന് അറിയാമല്ലോ. ബൈക്കിൽ ഇരിക്കാൻ വേണ്ടി നിനക്ക് ആക്ച്വലി ഞാൻ നിന്റെ അടുത്ത് മേടിക്കാൻ പറഞ്ഞത് മറ്റേ പക്ഷിനെ പിടിക്കുമ്പോൾ ഞാൻ ഫോട്ടോ വണ്ടിക്കൊന്നും പേടിക്കില്ലേ? പോലല്ലേ You have to pay extra. For one frame it is what 20 dirhams. Phone is not good. So no one should take. ഇതിലും എനിക്ക് എന്നേക്കാൾ കൂടുതൽ വിഷമം എൻ്റെ കൂടെ ഒരേ വണ്ടിയിൽ കയറിയ ആൾക്കാരെ ഓർത്തിട്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ വയ്യാണ്ടിരിക്കുന്ന കാരണം അതിൻ്റെ ഒരു പാർട്ട് അവരും അനുഭവിക്കേണ്ടി വന്നു. ഇടയിലിടയിൽ വണ്ടി നിർത്തിച്ചു. അവസാനം ഡ്രൈവർ ചേട്ടന് ദേഷ്യമൊക്കെ വരാൻ തുടങ്ങി. ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പിൻ്റെ വൈബ് മൊത്തത്തിൽ ഞാനങ്ങ് കളഞ്ഞു എന്ന് പറയാം. അത് കാരണം എൻ്റെ കൂടെ വന്ന പാവങ്ങളും അനുഭവിച്ചു. എന്തായാലും ഇത്രയും നേരം സഫർ ചെയ്തതിനൊരു ഒരു റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഈ ഒരു കഷ്ടപ്പാട് വർത്തായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതിൽ രസം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മിണി പോലും പേടിക്കാണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്കൂട്ടർ ഓടിക്കുന്ന പോലെ ബ്രേക്ക്, ഇത് രണ്ടും ബ്രേക്ക്, അത് ആക്സിലേറ്റർ. ഇത് സ്കൂട്ടറാ. എൻ്റെ ഈ പേടി കണ്ടിട്ട് അവസാനം ഏട്ടനും വേറൊരു ക്വാഡ് ബൈക്ക് എടുത്തിട്ട് പുറകെ വന്നു. എനിക്ക് ശ്രീകലയ്ക്ക് മാത്രമേ ആക്ച്വലി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ വന്നത് പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ അതിന് കുറേ സമയം എടുത്തു. അപ്പോഴത്തേക്കും ഞാനും ശ്രീകലയും ഞാനാണെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ ABCD തൊട്ട് പേടിച്ചൊക്കെയാണ് പോയത്. ശ്രീകല സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ശ്രീകലയെ ഞാൻ കണ്ടിട്ടില്ല. और कौन पे और सकते डाल सकता है? हाँ डाल सकते हैं. कहाँ पे? यहाँ पे डाल सकते हैं? हाँ. ओके. मैं एक और करूँगा अभी. इसके साथ. चिड़ो. ഞാൻ ഒരു ബൈക്ക് എടുത്തിട്ട് വരാം. ഈ ടൈം ആയപ്പോഴത്തേക്ക് ഏട്ടനും കൂടെ വന്നു. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ അതുകൊണ്ട് എടുക്കാൻ പറ്റി. ആൻഡ് എനിക്കുണ്ടായിരുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും മാറിക്കിട്ടി. ആദ്യം എനിക്ക് സ്കൂട്ടർ പോലെ എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് സ്കൂട്ടർ പോലെ പറ്റുന്നുണ്ടായിരുന്നില്ല പഠിക്കാൻ. എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സ്പീഡിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, ഈസി ആയിരിക്കും. ഞാനാണെങ്കിൽ ആദ്യം പേടിച്ചിട്ട് ഇങ്ങനെ മെല്ലെ റേസ് ചെയ്യും, പിന്നെ വിടും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്കിട്ട് പോകുന്ന പോലെ ഉണ്ടാവും. അപ്പം എനിക്ക് പേടിയായിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്കിതെങ്ങനെ ഓടിക്കണം എന്നറിയില്ലല്ലോ, ആദ്യമായിട്ടല്ല ഓടിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് സ്പീഡാക്കും, പിന്നെ കുറയ്ക്കും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാരണം ശരിക്കും പോകുന്നില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കണം, അപ്പോഴാണ് ശരിക്കും ഓടുള്ളൂ എന്ന്. എനിവേസ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടനും കൂടെ വന്നത് നന്നായി. അതുകൊണ്ട് ഈ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അതിൻ്റെ ഇടയിൽ വേറെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് പോകും. എന്തോ ഒരു ആഗ്രഹത്തിന് ആ സമയത്ത് അവരെ ഫോട്ടോസ് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അതും ഞങ്ങൾ വാങ്ങി. ആദ്യം വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു ഓർമ്മയ്ക്ക് അത് വാങ്ങി വെച്ചു. ദുബായിലേക്ക് ട്രിപ്പ് അടിക്കാൻ പ്ലാനുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതും നിങ്ങളുടെ ലിസ്റ്റിൽ വെച്ചോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാഴ്ച കാണുന്നതും ഫുഡ് കഴിക്കുന്നതും വീഡിയോ എടുക്കുന്നതും വിട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ ചെയ്യാനോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്നോ വരുമ്പം ഞാനൊന്ന് ബാക്ക് അടിക്കും. ആ ഒരു സ്വഭാവമാണ് എനിക്ക് എപ്പോഴും എവിടെ പോയാലും ഉള്ളത്. പക്ഷേ ഇവിടെ എനിക്കിത് നടന്നില്ല.
ഉറപ്പായിട്ടും ഞാനിത് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്തേനെ. ബിക്കോസ് ഇതിൻ്റെ ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമായി. കുറച്ചുകൂടെ അവിടെയൊക്കെ കറങ്ങായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഞാനൊന്ന് ട്രാക്കിലായി വരാനേ ഒത്തിരി സമയം എടുത്തല്ലോ. പിന്നെ അതൊന്ന് എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ടൈമായി. അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള ബെല്ലി ഡാൻസും ഫയർ ഡാൻസും ഒക്കെ കാണാൻ പോകണ്ടേ. അപ്പോൾ അതായിരുന്നു അടുത്തത്. വീഡിയോയിൽ കാണുമ്പോൾ ഒത്തിരി സമയം അവിടെ കറങ്ങിയതുപോലെ തോന്നുന്നുണ്ടെങ്കിലും എനിക്കതൊരു ചടപടേന്ന് പോയ പോലെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. മൊത്തം വേണ്ടേ ആക്ച്വലി ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഡ്രൈവർ ചേട്ടനാണെങ്കിൽ ഒട്ടും ഒരു സഹകരണമില്ലാത്ത ചേട്ടനായിരുന്നു. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അപ്പം തന്നെ വിളിക്കും, വാ 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 സമയം പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കൊണ്ട് വല്ലാത്തൊരു ശല്യമായിട്ട് എനിക്ക് തോന്നി. ട്രിപ്പ് അങ്ങ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ട് അങ്ങനെ കളഞ്ഞ പോലത്തെ ഒരു എന്താ പറയുക, നല്ലൊരു ശതമാനം അങ്ങനെ കളഞ്ഞ പോലെ എനിക്ക് തോന്നി. ഇത് കഴിഞ്ഞ് വണ്ടി കയറാൻ നേരത്താണ് ആ ഫോട്ടോസ് എടുത്ത ആൾക്കാർ ഫോട്ടോസും കൊണ്ട് വരുന്നത് വാങ്ങിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് എല്ലാവരും വണ്ടിയിൽ കയറി. ഞങ്ങൾ മാത്രം ഇങ്ങനെ ഫോട്ടോ വേണം എന്ന് പറഞ്ഞിട്ട് നിന്നുകൊണ്ടിരിക്കുക. പേ ചെയ്തിട്ട് പേ ആവുന്നില്ല. അങ്ങനെ അതിൽ കുറച്ച് സമയം പോയി. മൊത്തത്തിൽ ഡ്രൈവർ കലിപ്പിലായി. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നില്ല എത്ര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് കളിപ്പാട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ലോകത്താവില്ല. അതേപോലെയാണ് ഈ ക്വാഡ് ബൈക്ക് കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു അവസ്ഥ. അത് വിട്ടിട്ട് ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ല. തീർന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു വിഷമം. ഈ മൊത്തം വീഡിയോയിൽ എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഇതാട്ടോ. ആ സൺസെറ്റും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ ഇത് സൺസെറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നത് കണ്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സീൻ അല്ലേ. അതായത് ഇപ്പോൾ ശരിക്കും നല്ല ഭംഗിയിൽ വീഡിയോ എടുക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെയാണ് അവിടുന്ന് ഈ സീൻ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇനിയും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ എന്താ പറയുന്നത്. അങ്ങനെ ഏതാണ്ട് നമ്മുടെ സമയം കഴിഞ്ഞ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് വണ്ടിയിൽ കയറി അടുത്ത സ്പോട്ടിലേക്ക് പോയി. ഈ ഒരു ജേണിയും കൂടി ആയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ പറ്റാണ്. കാരണം ഇനിയുള്ളത് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഈ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നോക്കിയിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് പൊതുവേ ഇങ്ങനെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നോക്കിയിരിക്കാനുള്ള ഒരു ക്ഷമ കുറവാണ്. എനിക്കത് അത്രയ്ക്ക് താല്പര്യമുള്ള കാര്യമല്ല. ഇപ്പോൾ ഒരാൾ ഡാൻസ് ചെയ്യുന്നത് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഒരാൾ പാട്ട് പാടുമ്പോൾ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ കൊള്ളായിരുന്നു കാണാൻ. ഫയർ ഡാൻസ് ആണെങ്കിലും ബെല്ലി ഡാൻസ് ആണെങ്കിലും എല്ലാം കൊള്ളായിരുന്നു. ഇതും ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ട് പോയതായിരുന്നു. ഇതിലായിരുന്നു എനിക്ക് ഒത്തിരി പ്രതീക്ഷ. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോസ് കണ്ട് എനിക്ക് കിളിനെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറേയൊക്കെ ആഗ്രഹിച്ച് പോയത് ഇതാണെങ്കിലും എനിക്ക് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒട്ടും വയ്യാണ്ടായിട്ട് ഞാൻ ഈ കിളീനെ ഇങ്ങനെ കയ്യിൽ വെച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. എനിക്ക് വയ്യായിരുന്നു ഒട്ടും. എനിക്ക് ഫുഡ് പോലും ശരിക്കും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പേ ചെയ്തത് കൊണ്ട് ഇഷ്ടാവുന്നുള്ള രീതിക്ക് നിന്നതാണ്. മേലെ കറിക്കോ, ഊപ്പർ जा മേലെ കറി. ഇന്നത്തെ ദിവസത്തെ ആ വയ്യൊക്കെ മാത്രം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പീരിയൻസ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ ആ സ്റ്റേജിലൊക്കെ കൊണ്ടുപോയിട്ടായിട്ട് കയറ്റി നിർത്തി ഫോട്ടോയൊക്കെ എടുത്തു. അതുപോലെ ആ കിളിയുടെ കൂടെ കുറേ നേരം നിർത്തി എൻ്റെ തലയിലൊക്കെ വെച്ചിട്ടെടുത്തു. ഞാൻ അതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ കയ്യിൽ മാത്രം വയ്ക്കും അങ്ങനെയാണ് വിചാരിച്ചത്. ഇതെൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് പേടിയോ ആവുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുഖത്ത് കാണാൻ പറ്റത്തില്ലേ, കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ചിരിക്കാനൊന്നും പറ്റുന്നില്ല. പേടിച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചില്ലാത്ത ധൈര്യം സംഭരിച്ച് തിരിച്ചുകൊണ്ട് നിൽക്കരുത് ഞാൻ. ധന്യവാദം.
ഈ ഡാൻസും ഫയർ ഡാൻസും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റേജിന് അമ്മിണി ഏട്ടനും കൂടി കയ്യേറി. അവർ കുറേ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ആഗ്രഹം ഉണ്ടായിരുന്നു ഒട്ടകത്തിൻ്റെ പുറത്തും കൂടെ ഒന്ന് കയറണമെന്ന്. ബിക്കോസ് അവിടെ വരെ വന്നിട്ട് ആ ഒട്ടകത്തിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് കയറാമായിരുന്നു എന്ന് പിന്നീടൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരവസ്ഥ വെച്ചിട്ട് എനിക്ക് വയ്യായിരുന്നു കയറാനൊന്നും. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, സൈഡിൽ നിന്ന് എനിക്കൊരു ഫോട്ടോ എടുത്ത് തന്നാൽ മതി, എനിക്ക് കയറാനൊന്നും വയ്യ. എന്നെ തല തടവ്, ചുമ്മാ തടവ്. ഇതോടെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മാരിയറ്റിലേക്ക് പോകും. തിരിച്ചുള്ള യാത്രയൊന്നും ഞാൻ എടുത്തില്ല. ഈ പറഞ്ഞ പോലെ യാത്ര ഒട്ടാകെ അലമ്പായിരുന്നു ഞാൻ. അതുകൊണ്ട് അങ്ങനെ ടയേർഡായി ഞങ്ങൾ റൂമിലെത്തി. റൂമിലെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു പോയി കിടന്നുറങ്ങാൻ തോന്നിയില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോ. പക്ഷേ ദുബായിലെ യാത്രകളും വിശേഷങ്ങളും തീർന്നിട്ടില്ല. അടുത്ത ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒത്തിരി ലോങ് ആയി. അപ്പോൾ ബൈ.